ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ പ്രണവ് പ്രവീൺ അല്ലേ, അവരുടെ പ്രവീണിൻ്റെ മോൻ്റെ നൂലുകെട്ടായിരുന്നു ഇന്നലെ. എന്തായാലും അത് അടിപൊളിയായിട്ട് ആഘോഷിച്ചു. ഏറ്റവും സന്തോഷം അതിൽ അച്ഛനും അമ്മയും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സന്തോഷം. അപ്പോൾ അച്ഛനെ അമ്മനെ വിളിക്കാനും അതുപോലെ തന്നെ അവർക്ക് വന്ന് സഹകരിക്കാനും തോന്നിയല്ലോ, അത് തന്നെ ഏറ്റവും വലിയത്. അപ്പോൾ എന്താ പറയുക, അവരുടെ ഈ സ്നേഹം, നേരത്തെ ഉള്ള ആ ഒരു സ്നേഹം ഇനിയും ഉണ്ടാവട്ടെ എന്ന് ഇതാവണം. അതുപോലെ തന്നെ അച്ഛനെ കണ്ട സമയത്ത് അച്ഛനെ അവൻ നോക്കുന്നുണ്ട്, പക്ഷെ അച്ഛൻ എന്തോ വലിയ മൈൻഡ് ചെയ്യാത്തത് പോലെ തോന്നി. ആ ദേഷ്യം ഉണ്ടാകും, എന്തായാലും അത് പെട്ടെന്ന് മറക്കാൻ പറ്റില്ല. എങ്കിലും ആ ഒരു പരിപാടിക്ക് എന്തായാലും അവർ വന്നു, സഹകരിച്ചു. അങ്ങനെ കണ്ടത് തന്നെ ഏറ്റവും വലിയൊരു സന്തോഷം. അതുപോലെ തന്നെ കൊച്ചു വന്നിട്ടുണ്ടായിരുന്നില്ല, പക്ഷേ നേരത്തെ ഇവർ ആൺകുട്ടിയാണെങ്കിൽ കൊച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന പേരിടണമെന്ന്. അതുപോലെ തന്നെ അവൻ പറഞ്ഞതുപോലെ തന്നെ ആ ഒരു പേര് തന്നെയാണ് അവർ ഇട്ടതും. എന്താണെങ്കിലും എത്ര ദേഷ്യത്തിന് പുറത്താണെങ്കിലും ആ ഒരു ഇത് വേണ്ടെന്ന് വെച്ചില്ല. അപ്പോൾ എന്തായാലും എന്താ പറയുക, ഒരു ഫാമിലി ആകുമ്പോൾ പ്രശ്നങ്ങളും എല്ലാം ഉണ്ടാവും. എന്തായാലും അതൊക്കെ മറന്നിട്ട് അച്ഛനും അമ്മയ്ക്കും വരാൻ തോന്നിയത് തന്നെ ഏറ്റവും വലിയൊരു കാര്യം. അതുപോലെ തന്നെ അവരൊരു എന്താ പറയുക, അവർ കംഫർട്ടബിൾ അല്ല വന്ന് നിന്ന സമയത്തൊക്കെ, എങ്കിലും വരാൻ കാണിച്ച ഒരു മനസ്സിന് ഒരു ബിഗ് സല്യൂട്ട് തന്നെ കൊടുക്കണം. എന്തായാലും ആ പഴയതുപോലുള്ള ഒരു സ്നേഹവും ഇതെല്ലാം അവരുടെ ഇതിൽ ഇനിയും ഉണ്ടാവട്ടെ, ആ ഒരു സ്നേഹം വരട്ടെ. എന്തായാലും ഒരു 2 മക്കളുണ്ടെങ്കിൽ അവർ മാറി താമസിക്കുന്നത് തന്നെയാണ് നല്ലത്. ഒരുമിച്ചിരിക്കുന്നതിനേക്കാളും മാറി താമസിക്കുന്നത് തന്നെയാണ് നല്ലത്. അപ്പോൾ ഒരു വീടെടുത്തത് അതൊന്നും ഇതില്ല, അത് എടുത്തത് നന്നായി. ഇനി അവർ വേറെ മാറി താമസിക്കട്ടെ. അതുപോലെ തന്നെ കൊച്ചു വന്നില്ല, അപ്പോൾ അതിൽ കുറച്ചൊരു വിഷമം തോന്നി, അതൊരു മിസ്സിങ് ആയിട്ട് തോന്നി. അപ്പോൾ ഒരു ഫാമിലി ആകുമ്പോൾ പല പ്രശ്നങ്ങളും പല ഇതും ഉണ്ടാവും. നമ്മളിങ്ങനൊരു ഇതൊക്കെ കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് സഹകരിക്കുക, അതാണ് ഏറ്റവും വലിയൊരിത്. അല്ലാതെ നമ്മൾ വാശിൻ്റെ പുറത്ത് ഇത് കാണിച്ചിട്ട് കാര്യമില്ലല്ലോ. എന്തായാലും അച്ഛനും അമ്മയ്ക്കും വരാൻ തോന്നിയല്ലോ, അത് തന്നെ ഏറ്റവും വലിയൊരിത്. അപ്പം അവരുടെ ആ ആഘോഷത്തിന് കുറച്ച് ഭാഗങ്ങളും കൂടെ നമുക്കൊന്ന് കണ്ടിട്ട് വരാം കേട്ടോ. ഒന്ന് കണ്ടു നോക്കൂ. ആരുടെ കെട്ടിയിട്ടല്ലേ പേരിടുന്നത്? ഞങ്ങളുടെ മുണ്ടൂരുണ്ട്. ഓ ഓ ഇല്ലപ്പാ 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 കൊല്ലൂന്ന് ഗരുഡധ്വജ മംഗളം പുണ്ടരീകാക്ഷ മംഗളായ. ഇപ്പോൾ ദർശിത് പ്രവീൺ എന്നാണ് നമ്മുടെ കുഞ്ഞിനിട്ടിരിക്കുന്ന പേര്. നമ്മളെല്ലാവരും അവനെ ചെല്ലത്തോടെ അൻപേ എന്ന് വിളിക്കും. അൻപേ. നമ്മളെല്ലാരും അൻപാണേ, നീ നമ്മളെല്ലാരും അൻപാണ് കേട്ടോ, അൻപാണേ. എന്തുവായത്? അപ്പോൾ മോൻ്റെ പേരെല്ലാവരും കണ്ടല്ലോ, ദർശിത് പ്രവീൺ എന്നാണ്. അതുപോലെ തന്നെ മോനെ സ്നേഹത്തോടെ അമ്പേ എന്ന് വിളിക്കുമെന്നാണ് പറയുന്നത്. ഈ ഒരു പേര് സെലക്ട് ചെയ്തത് കൊച്ചുവാണ്. അപ്പോൾ എന്തായാലും എന്ത് ദേഷ്യമാണെങ്കിലും എന്ത് വഴക്കാണെങ്കിലും കൊച്ചു സെലക്ട് ചെയ്ത ആ പേര് തന്നെ ഇടാൻ കാണിച്ച മനസ്സ് അതെന്തായാലും അംഗീകരിക്കാതിരിക്കാൻ പറ്റില്ല. അതെന്തായാലും നല്ലൊരു കാര്യം തന്നെയാണ്. എന്തായാലും കൊച്ചു സെലക്ട് ചെയ്ത പേര് തന്നെ അവരിട്ടു. അതെന്തോ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. എന്ത് തന്നെയാണെങ്കിലും അത് അവർ മാറ്റിയില്ലല്ലോ. എന്ത് ഒരു ദേഷ്യത്തിൻ്റെ പുറത്താണെങ്കിലും എന്തിതാണെങ്കിലും ആ സ്നേഹം ഉണ്ട് എന്നുള്ളതിന് 100% ഉറപ്പാണ്. എന്തായാലും ആ പേര് തന്നെ അവരിട്ടു, ദർശിത് പ്രവീൺ. നല്ലൊരു പേരല്ലേ, അമ്പേന്ന് വിളിക്കുമെന്ന് പറഞ്ഞു. എന്തായാലും ഒരുപാട് സന്തോഷം തോന്നി ആ പേര് തന്നെ സെലക്ട് ചെയ്തതിൽ, ഒരുപാട് സന്തോഷം. അപ്പോൾ കൊച്ചുവിൻ്റെ ഇനിയും ഇതൊക്കെ മാറി കൊച്ചും വരും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. പുതിയ വീടൊക്കെ കെട്ടുന്ന സമയത്ത് ഇവരുടെ വഴക്കും അതെല്ലാം മാറി അവരെല്ലാവരും ഒന്നിക്കും. എന്തായാലും കുഞ്ഞ് വളരുന്നതിനനുസരിച്ചിട്ട് ആ കുഞ്ഞിനെ കാണാനുള്ള ആഗ്രഹങ്ങളൊക്കെ കൂടും. അപ്പോൾ തന്നെ അവരുടെ വിഷമങ്ങളും അവരുടെ ദേഷ്യങ്ങളും എല്ലാം മാറി അവർ ഒന്നിക്കും എന്ന് തന്നെയാണ് ഈ ഒരു ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എത്ര ഇത് തന്നെയാണെങ്കിലും ആ രക്തബന്ധങ്ങളും അതുപോലെ തന്നെ അമ്മ
അച്ഛൻ എന്നുള്ളൊരു ബന്ധം ഒരിക്കലും അത് നമുക്ക് മുറിച്ചു മാറ്റാൻ പറ്റാത്തൊരു തന്നെയാണ്. ആ ഒരു സ്നേഹബന്ധത്തിന് ഒരുപാട് ഇതുണ്ട്. എത്ര പിണങ്ങിയാലും എത്ര ഇതായാലും അതിനൊരു പ്രത്യേകതയുണ്ട് ആ ഒരു ഇതിന്. നമ്മൾ മറ്റുള്ള പുറത്തുള്ള അയൽവക്കക്കാർ അങ്ങനെയുള്ളവർ പിണങ്ങുന്നത് പോലെയല്ല നമ്മുടെ സഹോദരങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ മാതാപിതാക്കളോ പിണങ്ങുന്ന സമയത്ത്. അവർക്ക് എന്തെങ്കിലും പറ്റിയാൽ നമുക്ക് എന്തെന്നില്ലാത്തൊരു ഇത് വരും, ഉള്ളിൽ ആദ്യം ഉണ്ടാകും. അതാണ് രക്തബന്ധങ്ങൾ തമ്മിലുള്ള വ്യത്യാസം. അതുകൊണ്ട് അവരെന്തായാലും ആ ദേഷ്യങ്ങളെല്ലാം മറന്ന് ഇനി പഴയതുപോലെ തന്നെ ഒന്നിക്കാൻ കഴിയട്ടെ എന്നാണ് ആഗ്രഹിക്കുന്നത്. എന്ത് തന്നെയാണെങ്കിലും എനിക്കൊരു കാര്യം പറയാനുള്ളത്, നമ്മുടെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ ഒരിക്കലും സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് പറയാതിരിക്കുക. സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് പറയുന്ന സമയത്ത് ഇതുപോലെ പലരും എടുത്ത് റിയാക്ട് ചെയ്യും. പിന്നെ റിയാക്ട് ചെയ്യുന്നവരെ വിളിച്ചിട്ട് കുറ്റം പറഞ്ഞിട്ടോ എന്താണ് ഏഷണി പറയുന്നു, അത് പറയുന്നു, ഇത് പറയുന്നു എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ആരും എന്താ പറയുക, എന്താണ് രഹസ്യമാക്കി വെക്കേണ്ട കാര്യങ്ങൾ പരസ്യമാക്കി കഴിഞ്ഞാൽ അത് റിയാക്ഷൻ ചെയ്യുന്നവർ ആരാണെങ്കിലും എടുത്ത് റിയാക്ട് ചെയ്യും. അതിന് പിന്നെ വന്നിട്ട് കുറേ പേര് വന്ന് നെഗറ്റീവ് കമൻറ്റ്സ് ഇടുന്നു, അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് നെഗറ്റീവ് കമൻറ്റ്സ് ഇടുന്നതിനോട് എനിക്ക് വലിയ യോജിപ്പൊന്നുമില്ല. ഏഷണി പറയണം, പരിദൂഷണം പറയണം. അപ്പോൾ നിങ്ങൾ ഈ കമൻറ്റ് ഇടുന്ന ആളുകളെല്ലാം എല്ലാം പെർഫെക്റ്റ് ആയവരാണോ എന്നുള്ളതും കൂടെ ഒന്ന് പറയണേ. അപ്പോൾ അങ്ങനെ ഒരുപാട് കമൻറ്റ്, ഷാജിദയുടെ വീഡിയോ ചെയ്തതിന് അങ്ങനെ ഒരുപാട് കമൻറ്റുകൾ കണ്ടു. അപ്പോൾ ഏഷണി പരിദൂഷണം പറഞ്ഞിട്ടൊന്നും എനിക്ക് കഞ്ഞി വാങ്ങിക്കേണ്ട ഗതികേടൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ഇത് ഇടുന്നതിനോട് നമ്മുടെ പേഴ്സണൽ മാറ്റർ വന്നിട്ട് പബ്ലിക്, ഇത്രയും വലിയ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് പറയുന്ന സമയത്ത് അവനവനാണ് സൂക്ഷിക്കേണ്ടത്. അല്ലാതെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ വന്നിട്ട് കുരുപൊട്ടിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ ഇവരുടെ ആൾക്കാർ തന്നെ ആയിരിക്കും വന്നിട്ട് ഇങ്ങനെയുള്ള കമൻറ്റ്സും കാര്യങ്ങളൊക്കെ ഇടുന്നത്. അപ്പോൾ അതിനൊന്നും എനിക്ക് പ്രശ്നമില്ല, ഇടുന്നവരിട്ടോ, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. പരദൂഷണം പറയുന്നു, ഏഷണി പറയുന്നു, ഞാൻ അവളുടെ മക്കളിനെ ആരും ഞാനൊന്നും പറഞ്ഞിട്ടില്ല. മക്കളിനെ ഇത് പറയേണ്ട യാതൊരു കാര്യമില്ല. ഇപ്പോൾ എന്നെയും ആ മക്കളിനെയൊക്കെ വെച്ച് പറയുന്നുണ്ട്, നിനക്ക് മക്കളില്ലേ, നീയും അത് അനുഭവിക്കും എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. എനിക്ക് മക്കളുണ്ട്, ഞാൻ ചെയ്യുന്നത് എങ്ങനെയാണ് എൻ്റെ മക്കൾ അനുഭവിക്കുക, ഞാൻ ചെയ്തത് ഞാനല്ലേ അനുഭവിക്കുള്ളൂ. അപ്പോൾ ഞാൻ തെറ്റായിട്ടൊന്നും പറഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഞാൻ അതാ പറഞ്ഞത്, നമ്മൾ പബ്ലിക്കിൽ വന്ന് പറയുന്ന സമയത്ത് നമ്മൾ സ്വയം സൂക്ഷിക്കുക. അല്ലാതെ നമ്മൾ അത് പബ്ലിക്കിൽ വന്ന് പറഞ്ഞതിന് ശേഷം ബാക്കിയുള്ളവർ റിയാക്ട് ചെയ്യുന്ന സമയത്ത് അവരുടെ മെക്കിട്ട് കയറിയിട്ട് യാതൊരു കാര്യമില്ല. അപ്പോൾ ഇപ്പോൾ പ്രണവ് വിഷയത്തിലും ഇത് തന്നെയാണ് സംഭവിച്ചത്. അവൻ്റെ വീട്ടിൽ വെക്കേണ്ട കാര്യങ്ങളെല്ലാം പബ്ലിക്കിന് മുമ്പിൽ വന്നിട്ട് പറഞ്ഞതുകൊണ്ടാണ് ഇത്രയും വലിയ ഇഷ്യൂസായി മാറിയത്. അപ്പം എന്താ പറയുക, നമ്മൾ രഹസ്യമായി വെക്കേണ്ട കാര്യങ്ങൾ രഹസ്യമായിട്ട് തന്നെ വെക്കണം. അത് വന്ന് പബ്ലിക്കിൽ വന്ന് പറയുന്ന സമയത്ത് ഇങ്ങനെയുള്ള ഇതൊക്കെ അനുഭവിക്കേണ്ടി വരും. അത് കഴിഞ്ഞിട്ട് റിയാക്ട് ചെയ്യുന്നവരുടെ വെക്കിട്ട് കയറിയിട്ട് യാതൊരു പ്രയോജനവുമില്ല. അപ്പോൾ എന്താ പറയുക, റിയാക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ അത് മനസ്സിലാവാത്തവരുടെ അല്ലെങ്കിലും ഈ ഇതൊക്കെ എടുത്തിട്ട് റിയാക്ട് ചെയ്യാൻ തന്നെ റിയാക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലാതെ നമ്മുടെ വ്ളോഗ് കാര്യങ്ങളൊന്നും അല്ലല്ലോ റിയാക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കുറേ പേര് പറയുന്നുണ്ടായിരുന്നു അവരുടെ ഇത് എടുത്തിട്ട് ഇങ്ങനെ ഇതാക്കാൻ നാണമില്ലേ എന്നുള്ളതൊക്കെ. അതൊക്കെ ഓരോരുത്തരുടെ ഓരോരോ ഇഷ്ടങ്ങൾ. ചിലവർക്ക് വ്ളോഗ് ചെയ്യാനായിരിക്കും ഇഷ്ടം, ചിലവർക്ക് റിയാക്ഷൻ ചെയ്യാനായിരിക്കും ഇഷ്ടം. അപ്പോൾ അതുപോലെ റിയാക്ഷൻ ചെയ്യുന്നവർ അതുമായിട്ട് മുന്നോട്ട് പോകുന്നു. ചിലവർക്ക് റിയാക്ഷൻ ചെയ്യുന്നവർക്ക് ചിലപ്പോൾ വ്ളോഗ് എടുക്കാൻ പറ്റാത്തതായിരിക്കും. വ്ളോഗ് ചെയ്യുന്നവർക്ക് റിയാക്ഷൻ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിന് ഓരോരുത്തർക്കും ഓരോരോ ഇതുണ്ടല്ലോ, അതിനാണല്ലോ ഓരോരോ ഇത് വെച്ചിരിക്കുന്നത്. യൂട്യൂബ് ഓരോരോ ഇത് വെച്ചിരിക്കുന്നത് അതിന് വേണ്ടിയിട്ടാണല്ലോ. അപ്പോൾ അതിന് റിയാക്ഷൻ ചെയ്യുന്നവർ ഒന്നടങ്കം തെറി വിളിച്ചിട്ടോ ഏഷണി പറയുന്നു പരദൂഷണം പറയണമെന്ന് പറഞ്ഞിട്ട് യാതൊരു പ്രയോജനമില്ല. അപ്പോൾ ഈ ഒരു ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നത്. അപ്പോൾ ഇത്രയുള്ള എൻ്റെ ടോപ്പിക്. പുതിയൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം.